വിൻ്റർ വെക്കേഷൻ തുടങ്ങി അന്ന് മുതലുള്ള പരാതിയാണ് ബോറടിക്കുന്നു എന്ന്. പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അന്തരീക്ഷം മോശമാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നേരെ ഫെസ്റ്റിവൽ സിറ്റിയിലേക്കുള്ള ബസ് എടുത്തു കേട്ടോ. ഇപ്പോൾ ദുബായിലെ പല സ്ഥലങ്ങളിലും ക്രിസ്മസ് മാർക്കറ്റ്സും അതുപോലെ തന്നെ വിൻ്റർ കാർണിവൽ മാർക്കറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന ഫെസ്റ്റിവൽ സിറ്റിയിലും ഒരു അടിപൊളി ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബസ് കയറി ഞങ്ങൾ ഇവിടെ ഇരിക്കാം നമുക്ക്. അങ്ങനെ ഫെസ്റ്റിവൽ സിറ്റിയിലെത്തി. അനൂപും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ വന്നത് നന്നായും തോന്നിയിട്ടോ. ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. നല്ലൊരു ജയൻ ക്രിസ്മസ് ട്രീ. കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഫ്രീ എൻട്രി ആണ് കേട്ടോ. ശരിക്കും ഇതുപോലെയുള്ള പോപ്പപ്സ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്രിസ്മസ് വൈബൊക്കെ കിട്ടുന്നത് അല്ലേ. ഈ ഒരു വിൻ്ററിൽ നല്ല കളർഫുൾ ലൈറ്റ്സും ഒരു ക്രിസ്മസ് സോങ് ഒക്കെ കേട്ട് നടക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ക്രിസ്മസ് ട്രീ മാത്രമല്ല, ഇവിടെ ഒരു ക്യൂട്ട് സാന്റാക്ലോസും വന്നിരിപ്പുണ്ടേ. നമുക്ക് പുള്ളിയുടെ കൂടെ ഇരുന്ന് വർത്താനം പറയുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ സാന്റാക്ലോസിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ 10 ദിർഹംസ് കൊടുക്കണം. പക്ഷേ കുഴപ്പമില്ല, കാരണം കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഋതുവൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കഴിഞ്ഞില്ല, കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് സ്റ്റോൾസും ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ഉണ്ട് കേട്ടോ. ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ എല്ലാ പരിപാടികളും ഇവിടെയുണ്ട്. ഒരു 9 മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് DSFിൻ്റെ ഫയർ വർക്ക്സും കാണാം. അങ്ങനെ അവിടെ കുറേ നേരം ചുറ്റിക്കറങ്ങി നമ്മുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആംഗിൾ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞു. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഫെസ്റ്റിവൽ സിറ്റിയിലെ ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ജാനുവരി ഫസ്റ്റ് വീക്ക് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദുബായിലുള്ളവരാണെങ്കിൽ പോയിട്ടില്ലെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ.